നിയമാവർത്തനം 30-ാം അധ്യായം. ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം അനുഗ്രഹവും ശാപവും നിന്റെ മേൽ വന്ന് ഭവിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ എവിടേക്ക് ചിതറിച്ചുവോ ആ സകല ജനതകളുടെയും ഇടയിൽ നീ ആയിരിക്കെ അവ നിന്റെ മനസ്സിലേക്ക് വരികയും നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് നീ തിരിഞ്ഞ് ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്നതെല്ലാം പോലെ നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്താൽ ദൈവമായ കർത്താവ് നിന്റെ അടിമത്തം നീക്കി നിന്നോട് കാരുണ്യം കാണിക്കുകയും അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ ചിതറിച്ചിരുന്ന സകല ജനങ്ങളിലും നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നീ ചിതറിക്കിടക്കുന്നത് ആകാശത്തിൻ്റെ അതിർത്തിയിലാണെങ്കിലും നിന്റെ ദൈവമായ കർത്താവ് അവിടെ നിന്ന് നിന്നെ ഒരുമിച്ച് കൂട്ടും. നിന്നെ അവിടെ നിന്നെടുത്ത് നിന്റെ പിതാക്കന്മാർ കൈവശപ്പെടുത്തിയിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുവരികയും നീ അത് കൈവശപ്പെടുത്തുകയും ചെയ്യും. അവിടുന്ന് നിനക്ക് നന്മ വരുത്തുകയും പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീ ജീവിക്കുന്നതിനു വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കാൻ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും ദൈവമായ കർത്താവ് പരിച്ഛേദനം ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പിന്തുടരുന്ന ശത്രുക്കളുടെ മേലും നിന്നെ വെറുക്കുന്നവരുടെ മേലും ഈ ശാപങ്ങളെല്ലാം വർഷിക്കും. നീയാകട്ടെ പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ സ്വരം കേൾക്കുകയും ഇന്നു ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഓരോ കരവേല കൊണ്ടും, അതായത് നിന്റെ ഉദരഫലം, മൃഗസമ്പത്ത്, നിലത്തിൻ്റെ വിളവ് എന്നിവ കൊണ്ട് നിന്നെ ഐശ്വര്യത്തിനായി അവശേഷിപ്പിക്കും. നിന്റെ പിതാക്കന്മാരെ പ്രതി കർത്താവ് സന്തോഷിച്ചതുപോലെ തീർച്ചയായും ഐശ്വര്യത്തിനായി നിന്നെ പ്രതിയും കർത്താവ് വീണ്ടും സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് നീ അവിടുത്തെ സ്വരം ശ്രവിച്ച് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് പിന്തിരിയണമെന്ന് മാത്രം. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഈ കൽപ്പന നിന്നെ സംബന്ധിച്ച് അസാധാരണമോ വിദൂരസ്ഥമോ അല്ല. നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറിച്ചെന്ന് അത് നമുക്കായി കൊണ്ടുവരും എന്ന് പറയാൻ അത് സ്വർഗത്തിലല്ല. നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് ആര് കടലിനക്കരെ കടന്ന് അത് നമുക്കായി കൊണ്ടുവരും എന്ന് പറയാൻ അത് കടലിനക്കരെയുമല്ല. എന്തെന്നാൽ വചനം നിനക്ക് ഏറെ സമീപസ്ഥമാണ്. അത് പ്രാവർത്തികമാക്കേണ്ടതിന് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട്. നോക്കൂ, ഇന്നു ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. അവ നിന്നോട് ഞാൻ ഇന്ന് ആജ്ഞാപിച്ചിട്ടുള്ളത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങളിൽ ചരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും വേണ്ടിയാണ്. അങ്ങനെ നീ ജീവിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും നീ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നീ ചിതറിക്കപ്പെട്ട് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായും നശിക്കുമെന്ന് ഇന്നു ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. നീ കൈവശമാക്കാനായി ജോർദാൻ കടന്ന് പ്രവേശിക്കുന്ന നാട്ടിൽ ആയുസ് ദീർഘിക്കാൻ നിങ്ങളിടയാക്കും. ആകാശവും ഭൂമിയും ഇന്നു ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷിയാക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് നീ ജീവൻ തിരഞ്ഞെടുക്കണം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തോട് ചേർന്നു നിൽക്കാനും നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നീ വസിക്കാനും വേണ്ടിയാണ് ഇത്. എന്തെന്നാൽ അവിടെ നിന്നാണല്ലോ നിന്റെ ജീവനും ദീർഘായുസ്സും.